ഹലോ ഓൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്. സോ നമുക്ക് സിലബസിലേക്ക് കടക്കാം. അതായത് നമുക്ക് കണ്ടിന്യൂറ്റിക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു ഇക്വേഷൻ പോലെ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആവണം. അതായത് ഒന്നുമില്ല, അതായത് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 2 ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എൽ എച്ച് എൽ ആൻഡ് ആർ എച്ച് എൽ. എൽ എച്ച് എൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ആർ എച്ച് എൽ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതായത് നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ അത് പഠിച്ചതാണ്. സോ ഈ ഒരു ഫംഗ്ഷനിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. സോ എൽ എച്ച് എൽ ആൻഡ് ആർ എച്ച് എൽ ഈക്വൽ ടു 0 ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഫംഗ്ഷൻ ഈസ് എക്സ്. ഇവിടെ ആ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. ആ ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയറിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആൻസർ ഇസ് 0. സോ നമുക്ക് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ഈക്വൽ ആയി. അത് മൂന്നും ഈക്വൽ ആവുകയാണെങ്കിൽ സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്ത്, ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. സോ നമുക്ക് കണ്ടിന്യൂറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ കണ്ടിന്യൂറ്റിയുടെ അതായത് മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആവണം. ഈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സിന് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന്, അതായത് എൽ എച്ച് എൽ ആൻഡ് ആർ എച്ച് എൽ എന്ന് പറയുന്നത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ടിനോട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഹിയർ ദർ ഇസ് എ നോട്ട് ആൻഡ് എവറി നോട്ടിൽ പറയുന്നത് എവറി പോളിനോമിയൽ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതായത് നമുക്ക് ഏതൊരു പോളിനോമിയൽ എടുക്കാം. അതായത് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇതിലെഴുതുക, ഒരു രീതിയിൽ എഴുതുക, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് പറയാം y is equal to 4x plus 3 or y is equal to x plus 5 or x square plus x plus 5 അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷൻ. അതായത് നമുക്ക് എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് എവറി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് ഓർ ഇ റൈസ് ടു എഫ് ഓഫ് എക്സ്, ഇ റൈസ് ടു എക്സ്, അതായത് ഇ റൈസ് ടു 4x plus 5. അതുപോലെ തന്നെ നമുക്ക് ഇ റൈസ് ടു ഏതൊരു ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞാലും ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ലോഗരിതമിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ലോഗരിതമിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ലോഗിന്റെ ഉള്ളിൽ നമ്മൾ ഏതൊരു ഫംഗ്ഷനെ ഇട്ടാലും, അതായത് ലോഗിന്റെ ഉള്ളിൽ ഏതൊരു ഫംഗ്ഷൻ വന്നാലും ദാറ്റ് ഈസ് ലോഗരിതമിക് ഫംഗ്ഷൻ. ആൻഡ് എവറി ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് ഇവിടെ പറയാം. ആൻഡ് എവറി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ്. ഓക്കെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതാണ്. ദാറ്റ് ഈസ് സൈൻ ഓർ കോസ് ഓർ കൊസീക് ഓർ സീക് ഓർ ടാൻ ഓർ കോട്ട്. അതായത് ട്രിഗണോമെട്രിയിലെ ഏതൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്താലും ദാറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. സോ എക്സാമ്പിളിന് വേണമെങ്കിൽ നമുക്ക് സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. സൈൻ എക്സ് ഈസ്, ദിസ് ഈസ് സൈൻ എക്സ്.
സോ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് ഈ ഫംഗ്ഷൻ അതായത് ഗ്രാഫ് കണ്ടാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ട്രിഗണോമെട്രിയിലെ ഏത് ഫംഗ്ഷൻ എടുത്താലും ദാറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ദാറ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദാറ്റ് എവറി കോൺസ്റ്റന്റ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അതായത് നമുക്ക് ഏതൊരു കോൺസ്റ്റന്റ് തന്നാലും ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി. അതായത് എഫ് ഓഫ് എക്സിനെ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുത്തു. സോ സി ബി എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വിച്ച് ഇസ് ക്ലിയർലി ഡൊമൈൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇൻ റിയൽ നമ്പർ. ലെറ്റ് സി ബി എനി റിയൽ നമ്പർ. അതായത് ഒന്നുമില്ല, അതായത് നമ്മൾ ജസ്റ്റ് ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. സോ നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാണ്. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി ആണ്. അതായത് എഫ് ഓഫ് എക്സ് സി ആയതുകൊണ്ട് നമുക്ക് ആ എഫ് ഓഫ് എക്സിന് പകരം സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ദ ഫംഗ്ഷൻ, അതായത് കോൺസ്റ്റന്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ കോൺസ്റ്റന്റിന് ആൻസർ കിട്ടാം. സോ ദ ഫൈനൽ ആൻസർ ഇസ് സി എന്ന് നമുക്ക് ലഭിക്കും. സോ നമുക്ക് ആ ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. സോ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെന്ന് നമുക്ക് പറയാം. സോ അതായത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റും അതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂവും തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ സൈഡിൽ നമ്മൾ 3 കണ്ടീഷൻ, അതായത് മൊത്തം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ആണ് ആൻഡ് എക്സ് നോട്ടും സി ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഓൾറെഡി സി ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് എഫ് ഓഫ് സി ഈസ് ഓൾസോ സി. സോ നമുക്ക് പറയാം ലിമിറ്റ് ആൻഡ് ദിസ് കണ്ടിന്യൂ, അതായത് ലിമിറ്റും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂവും തമ്മിൽ ഈക്വൽ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സി ആണ്. സോ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഇൻ എവറി റിയൽ നമ്പർ. ഓക്കെ, hence this f of x is continuous. Okay, next one is state that every identity function is constant. അതായത് നമ്മൾ ഏതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുത്താലും ദാറ്റ് ഈസ് അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബി എ ഐഡന്റിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഫംഗ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഹിയർ ഡൊമൈൻ ഈസ് റിയൽ നമ്പർ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ അതായത് ഡൊമൈനും റേഞ്ചും നമ്മൾ +2 സിലബസിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതായത് എക്സിന് നമ്മൾ ഏതൊരു വാല്യൂ കൊടുക്കുന്നു ദാറ്റ് ഈസ് ഡൊമൈൻ ആൻഡ് എഫ് ഓഫ് എക്സിന് ഏതൊരു വാല്യൂ കിട്ടുന്നു ദാറ്റ് ഈസ് റേഞ്ച്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡൊമൈൻ ഈസ് റിയൽ നമ്പർ ആണ്. അതായത് നമുക്ക് എക്സിന് റിയൽ നമ്പറിലുള്ള ഏത് നമ്പറും നമുക്ക് കൊടുക്കാം. ഓക്കെ, ലെറ്റ് സി ബി എനി റിയൽ നമ്പർ. സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഒരു റിയൽ നമ്പറിൽ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിക്കോട്ടെ. ആ റിയൽ നമ്പറിനെ നമുക്ക് എക്സിന് കൊടുക്കുകയാണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം എക്സ് കൊടുക്കുക. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ഇസ് സി എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്, ദ ഫംഗ്ഷൻ ഓഫ് സി ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. എക്സിന് സി എന്ന വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ഒന്നുമില്ല, അതായത് ആ ഫംഗ്ഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ സി ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് സി കണ്ടാലും നമുക്ക് കിട്ടുന്ന വാല്യൂ സി ആണ്. സോ രണ്ട് വാല്യൂം ഈക്വൽ ആയതുകൊണ്ട് ദാറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ഫോർ എവരി റിയൽ നമ്പർ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് അതായത് ഏകദേശം ഒരു എ തിരിച്ചിട്ട പോലെ ഒരു സിമ്പിൾ, ദാറ്റ് ഈസ് ഫോർ എവരി. അതായത് ഒന്നുമില്ല, അതായത് റിയൽ നമ്പറിൽ നിന്നുള്ള ഏതൊരു വാല്യൂ സി ആയാലും നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു
സി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സിമ്പിൾ, അതായത് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത്. സോ ഡസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എക്സിസ്റ്റ്. അതായത് മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്, അതായത് മോഡ് എക്സ് ബൈ എക്സ് ആണ് ഫംഗ്ഷൻ. സോ നമുക്ക് ആദ്യം മോഡ് എക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് ഏത് വാല്യൂ, അതായത് പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും നമുക്ക് മോഡ് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ അതായത് നമ്മൾ പ്ലസ് ടുവിൽ അതൊക്കെ പഠിച്ചതാണ്. അതല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ മൊത്തം നമ്മൾ മോഡ് എക്സിനെ കുറിച്ച് പഠിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് മോഡ് എക്സിന്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഹിയർ, അതായത് എക്സിന് 0 കൊടുത്താൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും, വൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. സോ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് എക്സിന് പോസിറ്റീവ്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് എക്സ് ആയിരിക്കും. സോ അതും നമുക്കറിയാം. ആൻഡ് എക്സ് ലെസ് ദാൻ 0, അവിടെയാണ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, നമുക്കറിയാം എക്സ് ലെസ് ദാൻ 0 ആയാൽ, അതായത് 0-നേക്കാൾ താഴെ എക്സ് വന്നാൽ, ദാറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ എക്സിന് വന്നാൽ നമുക്ക് ഫംഗ്ഷൻ മോഡ് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. സോ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ നെഗറ്റീവ് ആണ് എങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ, അതായത് ആ ഒരു വാല്യൂവിന് ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. സോ നമുക്ക് ഫംഗ്ഷന് ഒരിക്കലും ഇവിടെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. അതായത് നമുക്കറിയാം അതായത് എക്സ് ലെസ് ദാൻ 0 ആണ്. സോ നമുക്ക് 5 എടുക്കാം, അതായത് -5 ആണ് നമുക്ക് വരിക. സോ -5 ഈസ് അവർ എക്സ്. സോ മോഡ് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് +5 ആണ്. ഇവിടെ +5 വരണമെങ്കിൽ -5 വരണം. സോ നമുക്ക് എക്സ് -5 ആണ്, അപ്പോൾ ഒരു മൈനസും കൂടി എക്സ്ട്രാ വരും. അത്രേ ഉള്ളൂ, ദാറ്റ് ഈസ് -x എന്ന് വരും. അതായത് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഓൾറെഡി എക്സിന് ഒരു നെഗറ്റീവ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു നെഗറ്റീവും കൂടി വരുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ ആയിട്ടുള്ള പോസിറ്റീവ് എക്സ് നമുക്ക് ലഭിക്കും. അത്രേ ഉള്ളൂ, ദാറ്റ്. സോ സിമ്പിൾ ആണ്. അതായത് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -x, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് എക്സ്, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 0. സോ ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് ഈസ് മോഡ് എക്സ് ബൈ എക്സ്. മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അടുത്ത് നോക്കുകയാണ്. സോ ഹിയർ മോഡ് എക്സ് ബൈ എക്സിൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -x, മോഡ് എക്സിൽ -x ആണ്. അപ്പോൾ മോഡ് എക്സ് ഡിവൈഡ് ബൈ എക്സിൽ -x ബൈ എക്സ് എന്ന് വരും. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0-ൽ എക്സ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ, ദീസ് ആർ ദ ടു റെപ്രസെൻറ്റേഷൻ. ആൻഡ് -x by x is -1 ആൻഡ് x by x is +1. അതായത് 0-നേക്കാൾ താഴെ എക്സിന്റെ വാല്യൂ വരുമ്പോൾ നമുക്ക് -1ഉം ലഭിക്കും, 0-നേക്കാൾ മുകളിൽ എക്സിന്റെ വാല്യൂ വരുമ്പോൾ നമുക്ക് +1ഉം ലഭിക്കും. ദാറ്റ് ഈസ് നമ്മൾ പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് കോൾഡ് സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. അതായത് എക്സിന് ഏതൊരു നെഗറ്റീവ് വാല്യൂ വന്നാലും എന്തായിരിക്കും y വാല്യൂ, ദാറ്റ് ഈസ് -1 ആയിരിക്കും y വാല്യൂ. അതുപോലെ തന്നെ എക്സിന് ഏതൊരു പോസിറ്റീവ് വാല്യൂ വന്നാലും y വാല്യൂ ഈസ് +1 ആയിരിക്കും. സോ അത്രേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. സോ മോഡ് എക്സ് ബൈ എക്സ് അറ്റ് എക്സ് ടെൻസ് ടു 0, അതായത് എക്സ് 0-ലേക്ക് കടക്കുമ്പോൾ മോഡ് എക്സ് ബൈ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് therefore mod x by x is sometimes +1 and sometimes -1. അതായത് എക്സിന് പോസിറ്റീവ് കൊടുത്താൽ +1ഉം വരും, നെഗറ്റീവ് കൊടുത്താൽ -1ഉം വരും. സോ നമുക്കറിയാം LHL ഈക്വൽ ടു, ദാറ്റ് ഈസ് LHL എന്ന് പറയുമ്പോൾ 0-ലേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ ആണ്. LHL ഈക്വൽ ടു -1 എന്ന് വരും. ആൻഡ് RHL മീൻസ് 0-ലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ആണ്, ദാറ്റ് ഈസ് +1 എന്ന് വരും. അതായത് LHL-ഉം ഒരു വാല്യൂ ആൻഡ് RHL വേറൊരു വാല്യൂ. സോ നമുക്കറിയാം LHL നോട്ട് ഈക്വൽ ടു RHL എന്ന് പറയാം. സോ ദർ ഈസ് നോ എനി ലിമിറ്റ് എക്സിസ്റ്റ് ഹിയർ. ഓക്കെ,
സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് മോഡ് എക്സ് ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എനി ലിമിറ്റ്. അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ഫംഗ്ഷൻ. സോ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം. ഹിയർ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഇൻഫിനിറ്റ് ലിമിറ്റ്സിൽ ലിമിറ്റിന്റെ വാല്യൂ എന്താണ് വരിക എന്ന് നമുക്ക് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 by x or ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 by x. ഓക്കെ, അതായത് 1 by x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും വാല്യൂ? 1 by x നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ ദാറ്റ് ഈസ് 1 by ഇൻഫിനിറ്റി എന്ന് വരും. 1 by ഇൻഫിനിറ്റിയുടെ വാല്യൂ ഓൾവേസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് 1 by 0യുടെ ഓൾവേസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതായത് ഒന്നുമില്ല, അതായത് നമ്മൾ ഏതൊരു ഫംഗ്ഷനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഒരു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ നമുക്കറിയാം ദാറ്റ് നോട്ട് ഡിഫൈൻഡ് വാല്യൂനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ്. സോ 1 by 0 ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് 1 by ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ റെസിപ്രോക്കൽ ഓഫ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 by x is equal to 1 by infinity equal to 0 and limit x tends to minus infinity is equal to 1 limit x tends to minus infinity of 1 by x that is minus 1 by infinity എന്ന് വരും. That is always equal to 0. Okay, 1 by infinity 0 ആണ്. സോ മൈനസ് 0 0. സോ അത്രേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x plus 1 divided by 3x plus 1. ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അതായത് ഇൻഫിനിറ്റ് ലിമിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് 2x plus 1 divided by 3x plus 1 ആണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഡയറക്റ്റ് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 into infinity plus 1 divided by 3 into infinity plus 1 എന്ന് വരും. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കൊരു ആകെ ഒരു കൺഫ്യൂഷൻ വരും. സോ നമുക്കറിയാം ഇൻഫിനിറ്റ് ലിമിറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു എക്സിന്റെ വാല്യൂവിനെ പരമാവധി നമ്മൾ 1 by x രൂപത്തിലേക്ക് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, 1 by x വന്നാൽ 1 by infinity equal to 0 കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോ അവർ ക്വസ്റ്റ്യൻ ഇസ് 2x plus 1 divided by 3x plus 1 ആണ്. ഈ ഇതിൽ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും എക്സ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കാം. എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 2 plus 1 by x എന്ന് വരും. ഓക്കെ, 2xൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുത്താൽ റിമൈൻഡർ 2 എന്ന് വരും. 1ൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുത്താൽ 1 by x എന്ന് വരും. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവാനാണ്. ഓക്കെ, സോ എക്സ് ഇൻറ്റു 2 plus 1 by x എന്ന് വരും. ആൻഡ് 3x plus 1ൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 3 plus 1 by x എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് എക്സ് ആൻഡ് എക്സ് ആർ ക്യാൻസൽഡ് ഈച്ച് അതർ. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഉള്ളത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 ആണ് ആൻസർ വരിക. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ആൻഡ് 1 by xും 2 plus 1 by x divided by 3 plus 1 by xലേക്ക് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2 plus 1 by infinity divided by 3 plus 1 by infinity എന്ന് വരും. 1 by infinity is 0 ആൻഡ് ഡിനോമിനേറ്ററിലും 1 by infinity വരുന്നുണ്ട്. ദാറ്റ് ഈസ് 0. ദാറ്റ് ഈസ് 2 plus 0 by 3 plus 0 ദാറ്റ് ഈസ് 2 by 3 എന്ന് വരും. സോ നമുക്ക് ലിമിറ്റിന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Next question is limit x tends to minus infinity 5x square minus 3x plus 2 divided by x square plus 1. Okay, that is our question. ഇവിടെ നമുക്കറിയാം this is a quadratic equation. x സ്ക്വയറിന്റെ വേരിയബിൾ ആണ്. സോ ഇതിൽ നിന്ന് അതായത് നമുക്ക് ഒരു ഫംഗ്ഷനിൽ അതായത് ഞാൻ പറഞ്ഞു അതായത് ഒരു വേരിയബിൾ പുറത്തേക്ക് എടുക്കണം എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഹിയർ അതായത് നമ്മൾ ഏതൊരു ഫംഗ്ഷൻ നമുക്ക് തന്നോട്ടെ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ട വേരിയബിൾ എപ്പോഴും ഇതിന്റെ ഹയർ ഡിഗ്രി വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് 1 by infinity ദാറ്റ് ഈസ് 0 ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം. സോ 5x square minus 3x plus 2ൽ നിന്ന് നമ്മൾ x square ഔട്ട് സൈഡ് എടുക്കുകയാണ്. സോ ദ ആൻസർ ഈസ് എങ്ങനെ വരും? x square into 5 minus 3x divided by 2 by x square എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് 5x square നിന്ന് x square പുറത്തേക്ക് എടുത്താൽ റിമൈൻഡർ ഈസ് 5 ആൻഡ് മൈനസ് 3x ഉണ്ട്. അതിൽ നിന്ന് x square പുറത്തേക്ക് എടുത്താൽ ഓൾറെഡി ഒരു x ഉണ്ട്.
ആൻഡ് ഒരു എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഡിനോമിനേറ്ററിൽ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3 ഇൻറ്റു മുകളിൽ ഒരു എക്സ് ഉണ്ട്, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു എക്സും ക്യാൻസൽ ആയിട്ട് ഡിനോമിനേറ്ററിൽ ഒറ്റ എക്സ് ആയിട്ട് മാറും. സോ -3/x മാത്രമാവും. സോ സിമ്പിൾ മാത്തമാറ്റിക്സ്, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് +2 ഉണ്ട്. 2ൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ 2/x² എന്ന് വരും. ഓക്കെ, അതൊക്കെ സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു, അതായത് x² + 1 ആണ് ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് എക്സ് സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ x² ഇൻറ്റു 1 + 1/x² എന്ന് വരും. ഓക്കെ, ഹിയർ എക്സ് സ്ക്വയറും ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. ദാറ്റ് ഈസ് ക്യാൻസൽഡ് ഈച്ച് അതർ. സോ അവർ വാല്യൂ ഈസ്, ഈ ലിമിറ്റ് -∞ ആണ്. -∞ ഈ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 5 - 3x ഡിവൈഡ് ബൈ 2 5 - 3/x + 2/x² ഡിവൈഡഡ് ബൈ 1 + 1/x² ആണ് ഫംഗ്ഷൻ. അതിലേക്ക് -∞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവർ വാല്യൂ ഈസ് -∞ ഓർ +∞. ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വന്നാൽ ദാറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. സോ ഹിയർ 3/∞ ഫംഗ്ഷൻ ടാങ്ക്സ് ടു 0 ആയിരിക്കും. ആൻഡ് 2/∞ സ്ക്വയറും ഫംഗ്ഷൻ 0യിലേക്ക് ടാങ്ക്സ് ടു ചെയ്യും. ആൻഡ് 1/∞² ഓൾവേസ് ടാങ്ക്സ് ടു 0. സോ അവർ ഫൈനൽ ആൻസർ ഈസ് 5/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ഒന്നുമില്ല, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് വന്നാൽ നമുക്ക് ഏത് പോളിനോമിയൽ ആയിക്കോട്ടെ, ക്വാഡ്രാറ്റിക് ഓർ ലീനിയർ ഓർ ക്യൂബിക്, ഏത് പോളിനോമിയൽ നമുക്ക് വന്നാലും നമ്മൾ ഹയർ വേരിയബിളിനെ ഔട്ട്സൈഡ് എടുക്കുന്നു. ഡിനോമിനേറ്ററിലും ഹയർ വേരിയബിളിനെ ഔട്ട്സൈഡ് എടുക്കുന്നു. ആൻഡ് ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യുന്നു. ആൻഡ് ഇൻഫിനിറ്റി ലിമിറ്റ്സ് നമ്മൾ ആ ഒരു ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/∞ വരുന്ന എല്ലാ വാല്യൂസും 0യിലേക്ക് പോകും. ആൻഡ് ഫൈനലി നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ലഭിക്കും. ആൻഡ് ഫൈനൽ ആൻസർ ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂറ്റി മീൻസ് ലിമിറ്റ് x → x0 f(x) = f(x0) എന്ന് വരണം. അതായത് ഒന്നുമില്ല, അതായത് LHL = RHL = f(x0) എന്ന് വരണം. അതായത് ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഒരു പോയിന്റ് x0 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്താൽ അതിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുമ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് ദിസ് എക്സിസ്റ്റ് ചെയ്യും വേണം. അതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷനിൽ ആ ഒരു x0 എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ കൊടുത്താൽ നമുക്ക് ലിമിറ്റിന്റെ അതേ വാല്യൂ നമുക്ക് ലഭിക്കും വേണം. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഓരോ കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ, ഓരോ ഫംഗ്ഷൻസും ടൈപ്പ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്തു. mod x/xൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. mod xൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. സോ അങ്ങനെ ആൻഡ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ലിമിറ്റ്സ് ചെക്ക് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. This is the function, or this is the function graph of mod x. Okay, അതായത് നമുക്ക് അറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഗ്രാഫ് കണ്ടാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അതായത് ഈ ഒരു ഫംഗ്ഷനിൽ എവിടെയും ബ്രേക്ക് വരുന്നില്ല. അതായത് നമുക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫംഗ്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗ്രാഫ് കണ്ട് പറയാം. ഓക്കെ, ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് പറയണമെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്. ഓക്കെ, ഷാർപ്പ് എഡ്ജ് വന്നാൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സൈൻ എക്സിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് സൈൻ എക്സ്. ഹിയർ ദർ ഇസ് നോ എനി ഷാർപ്പ് എഡ്ജ്. അതായത് ഈ ഫംഗ്ഷനിൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് ഒന്നുമില്ല. ഈ ഒരു ഫ്ലോയിലാണ് ഫംഗ്ഷൻ പോകുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ദിസ് ഇസ് ഓൾസോ കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ്, അതായത് ബ്രേക്ക് വരിക എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
അതായത് ഇങ്ങനൊരു ഫംഗ്ഷൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഇസ് ഈക്വൽ ടു 0-യിൽ നമുക്കൊരു ബ്രേക്ക് ഉണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഒരു ബ്രേക്കും ഇല്ലാതെ നമുക്ക് ഫംഗ്ഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആൻഡ് ഇഫ് ദർ ഇസ് എ കർവ്, അതായത് ഷാർപ്പ് എഡ്ജ് അവിടെ വരികയാണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ആൻഡ് ഷാർപ്പ് എഡ്ജ് ഇല്ല എങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. സോ താങ്ക് യു.